ചേച്ചി പപ്പയായിരുന്നാ ദിലീപിന്റെ ലാലേട്ടൻ്റെ എങ്ങനെയുണ്ട്? പറയുന്ന സ്ത്രീകളാരും വരുന്നില്ല ഈ സിനിമ. അങ്ങനെയൊന്നുമില്ല. ഒരുപാട് സ്ത്രീകളുണ്ട്. എന്താ പറയാനുള്ളത്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അടിപൊളി കിടിലം പടം. ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. എല്ലാം വിഷയം പടം. അതെ വിഷയം പടം. എന്നെ കൂടുതൽ പറയാനുള്ളത് ചിലർ ലോജിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതെ ലോജിക്കില്ല, മൊത്തം മാഡ്നസ് തന്നെ, ലോജിക്കൊന്നുമില്ല. അടിച്ചുപൊളി പടം. അങ്ങനെയാണ്. എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് കുഴപ്പം. എങ്ങനെയുണ്ട് ലാലേട്ടനും ദിലീപേട്ടനും എങ്ങനെയുണ്ട് ഒരുമിച്ച് വന്നപ്പോൾ? നന്നായിട്ടുണ്ട്. കഴിഞ്ഞാട്ടമായിരുന്നാ ഇടയ്ക്ക് പോയ ദിലീപേട്ടന്റെ സിനിമകളൊക്കെ ഒരു ഇല്ല, അങ്ങനെയൊന്നുമില്ല. വീണ്ടും നല്ലൊരു ആക്റ്റീവാണ്. എങ്ങനെയുണ്ട് ഇവർ തമ്മിലൊരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്തു ഒരുപാട്. എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ട് പപ്പ? അടിപൊളി, സൂപ്പർ പടം. വന്നു വെച്ചാൽ ലോജിക്കൊന്നും നോക്കരുത്, ചുമ്മാ വൈബിലിരുന്ന് കണ്ടിട്ട് ഫെസ്റ്റിവൽ മൂഡ്. നമ്മൾ ഈ തമിഴിലെ അജിത്തിന്റെ ഗുഡ് ബാഡ് ആൻഡ് കളി കണ്ടില്ലേ, ആ വൈബ് ഇരുന്നേ കാണാം. ലോജിക് ഒന്നും നോക്കരുത്, ചുമ്മാ ഇരുന്ന് ചിരിച്ച് കണ്ടിട്ട് തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. രണ്ടൊരു സൂപ്പറാ എന്ന് വെച്ചാൽ വൈബാണ്, വെറുതെ വൈബാണ്. കഥയൊന്നുമില്ല, ഒരു കഥയും നോക്കരുത്. ചിരിക്കാനാണെങ്കിൽ മാത്രം വരിക, കാണുക, ചിരിക്കാൻ പോവുക, അത്രേ ഉള്ളൂ. വേറെ ലെവലാണ്, രക്ഷയില്ല. മോഹൻലാൽ തകർത്ത് അഭിനയിച്ച് കളഞ്ഞു. ദിലീപേട്ടന് പഴയ മാസിൻ തിരിച്ച് വീണ്ടും ഒരു പുതിയൊരു തുടക്കത്തിൽ വന്നേക്കാണ്. പിന്നെ വേറെ റിവ്യൂ രക്ഷയില്ല. പക്ഷേ ദിലീപേട്ടൻ തകർത്ത് വിളയാടി കളഞ്ഞു. ആ പഴയ ആ വിഷമങ്ങളെല്ലാം മാറ്റി ആൾ അത് ആക്റ്റീവായിട്ട് പുതിയതായിട്ട് വന്നു തുടങ്ങി. രക്ഷയില്ല, തകർത്തു. നെഗറ്റീവ് പറയുന്നവരെ സംബന്ധിച്ച് ആ സ്റ്റോറിയുടെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത്. പക്ഷേ അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഒരു അഭിനയം മാത്രം നോക്കിയാൽ മതി. അതാ കൊച്ചിരാജാവിൻ്റെ പഴയ സിനിമയല്ലേ ദിലീപിൻ്റെ, അതിൻ്റെ അതേ മാസ് പവർ ഇപ്പോൾ വന്നേക്കാണ് മൊത്തത്തിൽ. വേറെ തകർത്ത് വിളയാടി കളഞ്ഞു. മോഹൻലാൽ കലക്കി കളഞ്ഞു. നമ്മുടെ ഹരം മൊത്തത്തിൽ. രണ്ടുപേരും കൂടെ വന്നപ്പോൾ തിയേറ്ററിൽ ഒരു ഉത്സവമായിരുന്നു. നമ്മുടെ ഇൻഡോറിന് ശേഷമുള്ള രണ്ടുപേരുടെ വരക്കും ആ പാട്ടും എല്ലാം വേറെ ലെവല്. അത് രണ്ടുപേരുടെ അടിപൊളി, സൂപ്പർ. രണ്ടുപേരുടെ ആ രംഗങ്ങളെല്ലാം അടിപൊളി. ആ സോങ്സ് വീഡിയോസ് എല്ലാം അടിപൊളി. ആ രണ്ടുപേരുടെ പവർ, എനർജറ്റിക് പവർ ഉണ്ടല്ലോ, പവർ തന്നെ വേറെ ലെവലാണ്. പിന്നെ നമുക്ക് ആ സ്റ്റോറി ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നുവെച്ചാൽ ഓരോ ആ ഹേറ്റേഴ്സ് ചില ആൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പടം ഓക്കെ വേറെ ലെവലാണ്, വൈബാണ്. വൈബ് എന്ന് വെച്ചാൽ പക്ക വൈബാണ് പടം. അണ്ണനും തമ്പിയുടെ അഴിഞ്ഞാട്ടം ഓജി വിളയാട്ടം തകർത്ത് കളഞ്ഞു. ആ പഴയ ഹിസ്റ്ററി മറ്റേ വാളയാർ പരമശിവ ആ ലോകമാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും കഥകളുള്ളൂ. പഴയ എല്ലാം ഒരു നമ്മൾ വെറൈറ്റിയാണ്, വെറൈറ്റി. സൂപ്പറാ. ഒരുപാട് കണ്ടപ്പോൾ എന്ത് തോന്നി? ഇത് ലോജിക്കില്ലാന്ന് ആദ്യമേ പറഞ്ഞാണല്ലോ. ലോജിക്കൊക്കെ നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് സിനിമ ഇഷ്ടപ്പെടും. തകർത്തു, രണ്ടുപേരും കൂടെ തകർത്ത് കൊള്ളാം, അടിപൊളിയാണ്. ദിലീപ് സിനിമയായിട്ട് കാണൂലെന്ന് കുറേ പേര് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി? നമുക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ലല്ലോ, അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയാതിരിക്കുമല്ലോ. സിനിമയെ കാണുന്നത് അത്രേ ഉള്ളൂ. ഇത് കാണാൻ വരാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, അത് കഥ സ്റ്റോറി ആയിട്ട് കാണാൻ വേണ്ടിയല്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ വേണ്ടി അടിച്ചു പൊളിക്കാനുള്ളതുണ്ട്. ഒരു ഇത് എന്റർടൈൻമെന്റ് ആയിട്ട് വരാൻ വേണ്ടിയുള്ളത്. ലാലേട്ടൻ വന്നതിന് ആദ്യം തുടക്കം തൊട്ട് ഒരു ബഹളം തന്നെയായിരുന്നു. പിന്നെ ഒരു ഇന്റർവെല്ലിൽ കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ ഇതായി. സൂപ്പറായിരുന്നു. മോഹൻലാൽ സൂപ്പർ, അടിച്ചു പൊളിച്ച് സൂപ്പർ എന്റർടൈൻമെന്റ് കണ്ടോണ്ടിരിക്കാൻ പറ്റി. ഫെസ്റ്റിവൽ മൂഡ്. അങ്ങനെയല്ല, കഥയില്ല, നമുക്ക് എന്റർടൈൻ ചെയ്യേണ്ട ഒരു അടിച്ചുപൊളി ഫിലിം. രണ്ടുപേരും സൂപ്പർ. സൂപ്പറാ, ഉത്സവം തന്നെ. ലാലേട്ട സൂപ്പർ, അത് പറയാതിരിക്കാൻ പറ്റും. രണ്ടാമത്തെ നല്ല പടം. മോഹൻലാലിന്റെ പടത്തില് ദിലീപ് ഒന്ന് അഭിനയിച്ച പോലെയുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ ലോജിക്കൊക്കെ മാറ്റി വെച്ച് ഫുള്ളൊരു മാഡ്നസ് എൻജോയ് ചെയ്യാൻ അടിച്ചു പൊളിക്കാൻ വന്നു. ഒരു അഴിഞ്ഞാട്ട പടം, അടിച്ചു പൊളിച്ച് കിടിലം പടം. സെക്കൻഡ് ഹാഫ് മുതൽ വിഷയം, ഫസ്റ്റ് ഹാഫ് തീരുന്ന അതിന് മുതൽ കൊള്ളാം, സൂപ്പർ. തകർത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. അടിച്ചുപൊളി പടം, നമുക്ക് ചിരിക്കാനും ആഘോഷിക്കാനൊക്കെ ഉള്ള അത്രേ ഉള്ളൂ. തോന്നി. നല്ല പടമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് കുറെ നാളായിട്ട് ദിലീപിന് ഇത്രയും നാളൊരു പൊളിയായിരുന്നു. ഒരുപാട് റെഫറൻസ്, ഫാൻസിന് വേണ്ടിയുള്ള പടം. അതായത് ഇത് കാണണമെങ്കിൽ ഇങ്ങനെ തിയേറ്ററിൽ ആളുടെ ഇടയിൽ തന്നെ കാണും. അല്ലാതെ OTT ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല. കാര്യം പടം
ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ ആ ഒരു വൈബ് നിങ്ങൾ അങ്ങ് അതിന്റെ കൂടെ അങ്ങ് ഇരുന്നു പൊളിയായിരുന്നു. അത്ര ലോജിക്കില്ല അങ്ങനെയൊക്കെ അവരെ നിങ്ങൾ ഗ്രാവിറ്റി, ലോജിക്, ഫിസിക്സ് അതിനൊന്നും പറ്റി ആലോചിക്കേ വേണ്ട. പടം നിങ്ങൾ കാണുക, നിങ്ങൾ അത് എൻജോയ് ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ള ആളെ അല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ നോക്കി പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണ് നിങ്ങൾ പോകരുത്. മറ്റേ ഈ ഒരു ടൈപ്പ് ഈ ടമാർ പടാർ അതേപോലെയൊക്കെ ഒരു വൈബ് പടങ്ങളുണ്ടോ, ഇത് അങ്ങനത്തെ ഒരു പടമാണ്. അതാണെങ്കിൽ ഇഷ്ടപ്പെടും. നല്ല പടമാണ്, ലോജിക്കൊന്നുമില്ലാതെ കണ്ടാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ല, എൻ്റർടൈൻ ചെയ്യാം. സോങ്സ് കുഴപ്പമില്ലായിരുന്നു. ക്രൗഡുമായിട്ടൊക്കെ ഇരുന്ന് കാണാൻ നല്ല രസമാണ് ഇവിടെ. ഒരു ഫെസ്റ്റിവൽ മൂഡ് വൈബോടും ക്രൗഡും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്തു. പറയണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒരു മാഡ്നസ് മൂവി. ലോജിക്കൊന്നുമില്ല, ലോജിക്കൊക്കെ മാറ്റി വെച്ചാൽ കണ്ടാൽ നല്ല പടം. അണ്ണനും തമ്മിയും കൂടെ പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് പറയുന്നുണ്ടോ? അണ്ണനും തമ്പിയൊക്കെ ആയിട്ട് ഇവർ വന്നിട്ടും ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. സെക്കൻഡ് കുഴപ്പമില്ല, കണ്ടിരിക്കും. അണ്ണനും തമ്പിയും കൂടെ തകർത്തോ? പിന്നെ മോഹൻലാൽ എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട് വിഷയം പടം ദിലീപിന്റെ കംബാക്ക് ആണ്. തമ്പിയും കൂടെ തകർത്തോ? ആ തകർത്ത് കിടിലം കംബാക്ക്. എങ്ങനെയുണ്ട് അണ്ണനും നല്ലതായിരുന്നു. താങ്ക് യു. നല്ലത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ജയിച്ചോ സിനിമ? അടിപൊളി, സൂപ്പർ. പറയുന്നുണ്ടോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ലാലേട്ടനും ദിലീപേട്ടനും കൂടെ അണ്ണനും തമ്പിയായിട്ടൊക്കെ വന്നപ്പോൾ? കുഴപ്പമില്ല, പൊളിച്ചിട്ടുണ്ട്. ദിലീപ് എങ്ങനെയുണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ല. ഒരുപാട് ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ കണ്ടിട്ട് എന്ത് തോന്നി? ഇപ്പൊ മൂവി കണ്ട് ഇറങ്ങിയപ്പോൾ ഒരു എന്താ തോന്നുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം പ്രത്യേകിച്ചൊന്നുമില്ല, ലോജിക്ക് നോക്കാതെ വെറുതെ കണ്ടോണ്ടിരിക്കും. അവർ പറഞ്ഞിരുന്നല്ലോ ടീം ലോജിക്ക്. അതെ, വെറുതെ കണ്ടോണ്ടിരിക്കാം. അങ്ങനെ തന്നെയാണ്. കുഴപ്പമില്ല. അണ്ണനും തമ്മിൽ പൂന്ത് വളയട്ടോ. എങ്ങനെയുണ്ട്? ദിലീപ് സൂപ്പർ സിനിമ, ഒന്നും പറയില്ല. ഒന്നും പറയാം. വെലസി അയിഞ്ഞാടിക്കളഞ്ഞ് ദിലീപിനെ കുറ്റം പറഞ്ഞ എല്ലാവർക്കും ഇത് ഒരു തിരിച്ചടിയായി. അരുമ്പി സിനിമ ആണല്ലോ, അത് പറയാൻ വേണ്ടി തർക്കം വന്നവര്, ദിലീപിനെ തറക്കുന്നവരാണ് ഇങ്ങനെ പറഞ്ഞത്. ലാലേട്ടൻ സമ്മതിച്ചു. രണ്ടുപേരായിട്ട് ഇനി ഒന്നും പറയാനില്ല. അങ്ങനെ കിടന്ന് വിലസും സിനിമ. അണ്ണനും തമ്പിയായിട്ട് ഇത് ക്രിസ്മസ് അവർ രണ്ടുപേരും എടുത്ത് തൂക്കി ക്രിസ്മസ്. കൊള്ളാം ബ്രോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്തുവാ ഒരു GB വൈബിൽ ഒരു ലോജിക്കും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ മ്യൂസിക് ആയാലും പാട്ട് നമ്മൾ യൂട്യൂബിലിറങ്ങി തകർത്തിട്ടുണ്ട്. യൂട്യൂബിലിറങ്ങിയ സാധനം ഭയങ്കര ഹേറ്റായിരുന്നല്ലോ ആദ്യം, പക്ഷെ അത് തിയേറ്ററിൽ വരുമ്പോൾ പക്ക ബ്ലെൻഡായി പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റും ആ തിയേറ്ററിൽ ആ ഓളത്തിൻ്റെ കൂടെ കാണണമെങ്കിൽ ഒരു നല്ല ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണണം. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുന്ന് കാണുമ്പോൾ ഒന്നും തോന്നില്ല. ആ ഒരു വൈബിൽ ഫെസ്റ്റിവൽ മൂഡ് പോകുമ്പോൾ ഒരു സിനിമ കോമഡിയാണ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ലോജിക്കില്ല. നമുക്ക് സിനിമ കണ്ട് ചിരിക്കും. ഇവരെന്തോ കാണിക്കണേന്ന് പോലെ ചിരിക്കും. ആ ഒരു മൂഡിൽ കാണണം, എങ്കിൽ നൈസാണ്. പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ദിലീപിനെ ലാസ്റ്റ് ഇങ്ങനെ ഇത്രയും എനർജി കണ്ടത് രാമലീലയില. അതിനുശേഷം പുള്ളിക്കൊരു വയ്യായികയായിരുന്നു മൊത്തത്തിൽ. രാമലീല കഴിഞ്ഞ് ദിലീപിൻ്റെ ഈ എനർജി ഇത്രയ്ക്ക് സെറ്റായി വന്നത് ബബ്ബയില. പുള്ളി നൈസായിട്ടുണ്ട്. ലാലേട്ടനെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഇൻട്രോ പൊട്ട് പുള്ളി പോകുന്നൊരു സമയമുണ്ട്, അതുവരെ സീനായിരുന്നു. പുള്ളിയുടെ ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട്, അത് കുറച്ച് വീക്കായിപ്പോയി. അവിടുത്തെ ആക്ഷൻ കൊറിയോഗ്രഫി ഒരു ഫോറസ്റ്റ് ഫൈറ്റ് ഒരു പരിപാടിയുണ്ട്, അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. അത് എന്തോ തട്ടി കൂട്ടിയ പോലൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ആഡ് ചെയ്ത് ലാലേട്ടനെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവരണമല്ലോ എന്നാലോചിച്ച് പിന്നെ കഷ്ടപ്പെട്ട് കുത്തി തിരിയതുപോലെ ഒരു ഫോറസ്റ്റ് ഫൈറ്റ് ഉണ്ട്, അത് ശോകം. ലാലേട്ടൻ ഇത്രയും നൈസായിട്ട് ഡാൻസ് കളിക്കുന്ന കുറേ നാളിന് ശേഷം ഇപ്പോഴാണ്. ആറാട്ടിലുണ്ട്, പക്ഷെ ആ പടം അവരാതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് സിങ്കായി പോകുന്നുണ്ട്. കുറേ ഒക്കെ ലിയോയുടെ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിലും കൊള്ളാം, നൈസ് പരിപാടി. നെഗറ്റീവാണ് പറഞ്ഞത്, അങ്ങനെയുള്ളവർ എന്താ പറയാനുള്ളത്? അങ്ങനെ അശ്വന്ത് ഗോക്ക് GB ഇഷ്ടപ്പെട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല, അത് ഭയങ്കര ഒരു പരിപാടി. അത് എങ്ങനെയാ മനസ്സിലായില്ല. GB എന്താണ് അത് തന്നെയാണ് ഈ സാധനം. പക്ഷേ GBUവിൽ ബെറ്ററായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ GBUവിൽ ഈ ഇമോഷണൽ പരിപാടി അധികം ഇല്ല. ഇതിലെന്താണെന്ന് വെച്ചാൽ ഫാമിലി ഓഡിയൻസ് കയറുമല്ലേ, ദിലീപേട്ടന് ഫാമിലി ഓഡിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇമോഷൻസ് കുത്തി കയറ്റാം എന്ന് പറഞ്ഞ് സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ പണി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റി നിർത്തി. ഓക്കെ, GBU ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയില്ല.